ചൊവ്വാഴ്ചയോ? ചൊവ്വാഴ്ച ആദം നബി അലൈഹി സ്വലാമിന്റെ മകനായ ഖാബിൽ പിന്നെ ഹാബിലിനെ കൊന്ന ദിവസമാണ്. അങ്ങനെയാണ് ചൊവ്വാഴ്ച എന്ന് കരുതിയിട്ട് ചൊവ്വാഴ്ച പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചൊവ്വാഴ്ച മുടി കളയണ ബാർബർമാർക്കൊക്കെ ലീവാണ്. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്ന് കരുതിയിട്ട് ചില ആളുകൾ പറയും അവർക്ക് പോലും അന്ന് ലീവാണ്, പിന്നെ ചൊവ്വാഴ്ച ഒന്നും ചെയ്യണ്ടെന്ന് അറിയും. അത് പിന്നെ നമുക്കത് ഇത് ചെയ്യാൻ പറ്റൂല. അത് അവർക്ക് അന്നത്തെ ദിവസം ലീവ് ഉണ്ടാകുന്നതിന് വേറെന്തോ കാരണം ഉണ്ടാകും എന്ന് കരുതിയിട്ട് എല്ലാ ചൊവ്വാഴ്ചയും മോശമാണ്, ചൊവ്വാഴ്ച കല്യാണമൊന്നും നടത്താൻ പാടില്ല, അങ്ങനൊന്നുമില്ല. ചൊവ്വാഴ്ച അങ്ങനെ ഒരു ദിവസം സംഭവിച്ചിട്ടുണ്ട്. ഖാബീൽ ആബിലിനെ കൊന്ന ദിവസമാണ് ചൊവ്വാഴ്ച എന്ന്. അതുകൊണ്ടാണ് ചൊവ്വാഴ്ച നിങ്ങള് പിന്നെ ഹിജാമ നടത്തണ്ട എന്ന് പറയല. അതുകൊണ്ടാണ് ചൊവ്വാഴ്ച നിങ്ങൾ ഹിജാമ നടത്തണ്ട. ഹിജാമ എന്നൊരു ചികിത്സ ഉണ്ടല്ലോ, അത് ചൊവ്വാഴ്ച നടത്തണ്ട എന്ന് പറഞ്ഞു. ഞാനിപ്പോ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ ഓരോ ദിവസത്തെ കുറിച്ച്, അത് ഓരോ ദിവസം ഓരോ വിഷയത്തിനുള്ളതാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ബുധനാഴ്ച ദിവസം അന്ന് ഒരിക്കലും നഖം കളയാൻ പാടില്ല. ബുധനാഴ്ച ദിവസം നഖം കളയാൻ പാടില്ല. ബുധനാഴ്ച നഖം വെട്ടിയാൽ, ബുധനാഴ്ച നഖം കളഞ്ഞാൽ വെള്ളപ്പാണ്ട് രോഗം ഉണ്ടാകും എന്നും ഉണ്ടല്ലോ. അതുകൊണ്ട് ബുധനാഴ്ച നഖം വെട്ടിക്കൂടാ. അതുകൊണ്ട് ബുധനാഴ്ചയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യരുതെന്നുണ്ട്. അങ്ങനെ ചില വിവരമുള്ളവർ തന്നെ അതങ്ങനെ ഉണ്ടാകൂല എന്ന് പറഞ്ഞിട്ട് അതാ ബുധനാഴ്ച നഖം വെട്ടിയിട്ടുമുണ്ട്. വെട്ടിയപ്പോഴേക്ക് അവർക്ക് അല്ലാഹു തആല വെള്ളപ്പാണ്ട് കൊടുത്തവരെ പരീക്ഷിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച നഖം വെട്ടരുത്. എന്നാൽ ബുധനാഴ്ച ഉസ്താദുമാർക്കറിയാം, പുതിയ കിതാബ് തുടങ്ങുന്നതിന് നല്ല ദിവസമാണ്. കാരണം ബുധനാഴ്ച തുടങ്ങിയാൽ തുടങ്ങിയത് പൂർത്തിയാകുമെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ കിതാബുകളിലൊക്കെ കാണാം, സാഹിബുൽ ഹിദായയുടെ രചയിതാവ് ഉൾപ്പെടെയുള്ള പലരും അവരൊരു പുതിയ ക്ലാസ് തുടങ്ങാൻ ബുധനാഴ്ചയെ കാത്തിരുന്നു എന്ന് കാണാം. അപ്പൊ ബുധനാഴ്ച അതിന് പറ്റും, പക്ഷെ നഖം വെട്ടാൻ പറ്റൂല. ഒന്നിന് പറ്റും, വേറൊന്നിന് പറ്റൂല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ വ്യാഴാഴ്ചയോ? വ്യാഴാഴ്ച ഏറ്റവും നല്ല ദിവസമാണ്. ആ വ്യാഴാഴ്ച അത് യാത്രക്ക് പോകാൻ പറ്റിയ ദിവസമാണ് കേട്ടോ. അതിന് പുറമെ ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യാഴാഴ്ച നമ്മുടെ ഒരു ആവശ്യം നിറവേറി കിട്ടാനുള്ള ദിവസമാണ് വ്യാഴോ. ഒരാളുടെ അരികിലേക്ക് ഞങ്ങൾ ഒരു കാര്യം അയാളിൽ നിന്ന് നടന്നു കിട്ടണം, എന്നാൽ അതിന് ഏറ്റവും നല്ല ദിവസം അത് വ്യാഴാഴ്ച അതിന് പറ്റിയ ദിവസമാണെന്ന് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. കാരണം എന്തേ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മിസ്രിലെ രാജാവിന്റെ അരികിൽ ചെല്ലുന്നത് വ്യാഴാഴ്ചയാണ്. ആ ദിവസം ചെന്നപ്പോൾ ആ രാജാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ ആവശ്യം നിറവേറ്റി കൊടുത്തു. ഇതുപോലെ ഭരണാധികാരികളുടെ അരികിൽ പോകേണ്ടുന്ന ദിവസം അത് വ്യാഴാഴ്ച ദിവസമാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ആഴ്ചകളിൽ ഏറ്റവും ഉത്തമമായ ദിവസം ഖൈറു യൗമിൻ ത്വലഅത് ഫീഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം നിക്കാഹിന് പറ്റിയ ദിവസമാണ്. അതിന് ആരെ നിക്കാഹാണ് വെള്ളിയാഴ്ച നടത്തുക? പലരും അന്ന് ജുമുഅല്ലേ എന്ന് കരുതിയിട്ട് വേണ്ടാന്ന് വെക്കാണ്. എന്നാൽ നിക്കാഹ് നടത്തൽ സുന്നത്തായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. കല്യാണമെന്നല്ല ഞാൻ പറയുന്നത്, വലീമയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിക്കാഹിന്റെ ചടങ്ങ് അത് ഏറ്റവും സുന്നത്തുള്ള ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്.
അത് ഫിഖ്ഹിന്റെ കിതാബുകളിൽ പോലും പണ്ഡിതന്മാര് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് കല്യാണം കഴിക്കാത്തവരുണ്ടോ? രണ്ടാമതായി കല്യാണം കഴിക്കണം എന്നല്ലട്ടോ ഞാൻ പറയുന്നത്. എന്റെ കല്യാണം ഏതോ ഒരു ദിവസം നടന്നത്, അതുകൊണ്ട് വെള്ളിയാഴ്ച ആണെന്ന് ഓർമ്മയില്ല. ഇപ്പൊ ആ ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടി ഞാൻ രണ്ടാമത്തെ ഒരു കെട്ടുകെട്ടാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞ തരികിട. അത് ഇവിടെ എന്തൊക്കെ സുന്നത്തുകളുണ്ട്, എത്ര സുന്നത്തുകളുണ്ട്. പക്ഷെ ഇവന് ആകെ കാണുന്ന ഒരു സുന്നത്ത് വെള്ളിയാഴ്ച നിക്കാൻ നടത്തുന്ന സുന്നത്താണ്. അതിന് തരികിടാന്നാ പറയാ. അതുകൊണ്ട് രണ്ടാമത്തെ കെട്ട് കെട്ടുന്നവരെ കുറിച്ചല്ല ഞാനീ പറയണേ. പിന്നെ കല്യാണം കഴിക്കാത്തവരുണ്ടോ? എന്നാ യുവാക്കളെ, നിങ്ങൾ തീരുമാനിക്കണം, എന്റെ നിക്കാഹ് വെള്ളിയാഴ്ച ആകണം. വെള്ളിയാഴ്ച അത് നിക്കാഹിന്റെ ദിവസമാണ്. നിക്കാഹിന്റെ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ടല്ലേ ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവിയെ കല്യാണം കഴിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. എന്തിനേറെ പറയണം, നമ്മുടെ നബിയും റസൂലുമായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ നിക്കാഹ് ചെയ്യുന്നത്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ നിക്കാഹ് കഴിക്കുന്നത് അതെല്ലാം വെള്ളിയാഴ്ച ദിവസമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ നിക്കാഹിന് മാത്രം പറ്റിയ ദിവസമല്ലട്ടോ വെള്ളിയാഴ്ച ദിവസം. നേരത്തെ പറഞ്ഞല്ലോ, നഖം വെട്ടാൻ പാടില്ലാത്ത ദിവസമാണ് ബുധനാഴ്ച. എന്നാൽ നഖം വെട്ടുന്നത് വലിയ പുണ്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച നഖം വെട്ടേണ്ടുന്ന, നഖം കളയേണ്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ടല്ലേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച നഖം വെട്ടിയാൽ ലഭിക്കുന്ന ഒരു നേട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. മാനവരികൾ പറയാണ്, ആരെങ്കിലും ഒരാൾ, അത് ഈ പുരുഷന്മാർക്ക് മാത്രമല്ല കേട്ടോ സുന്നത്ത്. ഞാൻ ഉമ്മ പെങ്ങന്മാരോടൊക്കെ പറയാണ്, അതിന് ഉമ്മമാരൊക്കെ മനസ്സിലാക്കണം, അത് ജുമാക്ക് പോണ ദിവസമായതുകൊണ്ട് ഇങ്ങനെ, അത് ജുമാക്ക്, അത് ശരി തന്നെയാണ്, ജുമാക്ക് പോണ ദിവസമായതുകൊണ്ട് ശരിയാണ്. എന്നാലും നഖം വെട്ടാന്ന് പറഞ്ഞാൽ അത് വെള്ളിയാഴ്ച നല്ല കാര്യമാണ്. വെള്ളിയാഴ്ച നഖം വെട്ടുക. അപ്പൊ സ്ത്രീകളും വെള്ളിയാഴ്ച എന്താക്കുക, നഖം വെട്ടുക. അങ്ങനെയാണ്. കാരണം എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം നഖം വെട്ടിയാൽ അതുകൊണ്ടൊരു നേട്ടമുണ്ട്. എന്താ നേട്ടം എന്ന് പറഞ്ഞാല്, അല്ലാഹു തആല ആ മനുഷ്യന്റെ ശരീരത്തിൽ വല്ല രോഗമുണ്ടോ, അല്ലാഹു ആ രോഗത്തെ ആ ശരീരത്തിൽ നിന്ന് അല്ലാഹു പുറത്തേക്ക് തള്ളും. അല്ലാഹു രോഗം മാറ്റിക്കൊടുക്കും, പരിശുദ്ധ ശിഫാ നൽകും. മാത്രമല്ല, ആ രോഗം അല്ലാഹു മാറ്റിയിട്ട് ആ ശരീരത്തിന് അല്ലാഹു ശിഫാ നൽകും. എപ്പോ? വെള്ളിയാഴ്ച നഖം വെട്ടിയാൽ. അങ്ങനെയാണ്. അപ്പൊ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ നിക്കാഹിന് മാത്രമുള്ള ദിവസമൊന്നുമല്ല, നഖം കൂടി വെട്ടാനുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. എന്നിട്ടോ ഇമാം അസ്മഈ റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറയാണ്, ഞാൻ ഒരിക്കൽ ഒരു വെള്ളിയാഴ്ച ദിവസം റഷീദ് രാജാവിന്റെ അരികിൽ ചെന്നു. ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഞാൻ ആ രാജാവിന്റെ അരികിൽ ചെല്ലുന്നത്. പോയി നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ട ഉടൻ റഷീദ് രാജാവ് എന്നോട് പറഞ്ഞു, വെള്ളിയാഴ്ച നഖം വെട്ടാന്ന് പറഞ്ഞ മിന സുന്നത്തി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിൽ പെട്ടതാണല്ലോ. എന്നിട്ട് ആ രാജാവ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു തരാണ്. ഇമാം ഇസ്മാഈൽ റളിയല്ലാഹു അൻഹു പറയാണ്, വ അന്നഹു യൻഫിൽ ഫഖറ, വെള്ളിയാഴ്ച നഖം വെട്ടിയാൽ അത് ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കി കളയൂ. അങ്ങനെ ഒരു നേട്ടവും കൂടി അതിനുണ്ട് എന്ന കാര്യം എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ്. ഇത് കേട്ട ഉടനെ ഞാൻ റഷീദ് രാജാവിനോട് ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, ഓ ഭരണാധികാരിയായ രാജാവേ, വ അൻത തഖ്ശൽ ഫഖറ, നിങ്ങൾ ദാരിദ്ര്യത്തെ പേടിക്കുകയാണോ? നിങ്ങൾ വലിയ രാജാവല്ലേ, രാജാവായ നിങ്ങൾ ദാരിദ്ര്യത്തെ പേടിക്കുകയാണോ? ഉടനെ ആ റഷീദ് രാജാവ് എന്നോട് പറഞ്ഞു, വഹൽ അഹദുൻ അഖ്ശാലിൽ ഫഖറി മിന്നി,
ഞാനല്ലേ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യത്തെ പേടിക്കേണ്ടത്. കാരണം കയ്യിൽ പണമുള്ള ഒരാള് പെട്ടെന്ന് പണമില്ലാതെയാകുമ്പോൾ അതല്ലേ വലിയ സങ്കടം. ഇല്ലാത്തയാളെ കയ്യിൽ ഇല്ലാതെയാകുന്നത് വലിയ വിഷയാകൂല. അതേ സമയത്ത് നന്നായിട്ട് പണമുള്ള ഒരാള് അദ്ദേഹത്തിന്റെ കയ്യിൽ പെട്ടെന്ന് പണമില്ലാതെയായി അദ്ദേഹത്തെ ദാരിദ്ര്യം പിടികൂടുന്നത് അതല്ലേ വലിയ പ്രയാസം. അതുകൊണ്ട് ദാരിദ്ര്യത്തെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നതാണ്, വെള്ളിയാഴ്ച ദിവസം നഖം വെട്ടുന്നത് അത് ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കി കളയുന്നതാണ്. അത് മാത്രമല്ല, അപ്പൊ വെള്ളിയാഴ്ച ദിവസം നിക്കാഹിന്റെ ദിവസമാണ്, നഖം വെട്ടേണ്ടുന്ന ദിവസമാണ്. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളുണ്ട്. എല്ലാം കൂടി ഇപ്പൊ പറയാൻ നേരമില്ല. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ എന്റെ ഇന്നത്തെ വയലിൽ പറയുന്നു. അത് എന്റെ ഉമ്മമാര് കേൾക്കണോ, സഹോദരിമാര് കേൾക്കണോ, പ്രായമുള്ള കാരണവന്മാരെ നിങ്ങൾ കേൾക്കണോ, യുവാക്കളും കേൾക്കണോ, പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സ്നേഹജനങ്ങളും കേൾക്കണോ. വെള്ളിയാഴ്ച ദിവസം ധാരാളം സ്വലാത്ത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ആ വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലിയാ പോരാ, സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലണം. വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലാനുള്ള ദിവസമല്ല, എന്നും ചൊല്ലുന്ന സ്വലാത്ത് ഒന്നും കൂടി അധികരിപ്പിക്കാനുള്ള ദിവസമാണ്. ഇക്താറു സ്വലാത്താണ് വേണ്ടത്. കേവലം തസ്ബീഹത്തല്ല, സ്വലാത്ത് ചൊല്ലലല്ല. സ്വലാത്ത് എന്നും ചൊല്ലേണ്ടതാണ്. പക്ഷെ എന്നും ചൊല്ലുന്ന സ്വലാത്ത് ഒരൽപ്പം കൂടി കൂടുതലായി അധികരിപ്പിക്കേണ്ടുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. അത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, അക്സിറു അസ്വലാത്ത അലയ്യ, വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും ആ രണ്ട് സമയം നിങ്ങൾ എന്റെ മേലെ ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കൂ. സ്വലാത്ത് ചൊല്ലൂന്നല്ല പറഞ്ഞ്, സ്വലാത്ത് ചൊല്ലണമെന്നല്ല, എന്നും ചൊല്ലുന്ന സ്വലാത്തിനെ ഒരല്പം കൂടി അധികരിപ്പിക്കണം. അതുകൊണ്ട് വെള്ളിയാഴ്ച പകലോ വെള്ളിയാഴ്ച രാവോ ധാരാളം സ്വലാത്ത് എന്റെ മേൽ നിങ്ങൾ അധികരിപ്പിക്കണം. എന്താ കാരണം? അതപ്പോ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും സ്വലാത്ത് അധികരിപ്പിക്കാൻ പറഞ്ഞത്. വേറെ ദിവസങ്ങളിൽ സ്വലാത്ത് ചൊല്ലുന്നത് പോലല്ലേ വെള്ളിയാഴ്ച പകലും വെള്ളിയാഴ്ച രാവും സ്വലാത്തും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അതിന് 3 കാരണങ്ങളാ പറഞ്ഞത്. 3 കാരണം, ഒന്നല്ല, ഒന്നേ ഞങ്ങൾക്ക് അറിയുള്ളൂ. 3 കാരണങ്ങളാ പറഞ്ഞത്. അതിൽ ഒന്ന് തുഅറദു അലയ്യ, ആ സ്വലാത്ത് എനിക്ക് അല്ലാഹു തആല കാണിച്ചു തരും, ഡയറക്റ്റായി കാണിച്ചു തരും. മറ്റു സ്വലാത്തുകൾ എനിക്ക് അതാ അവിടുന്ന് എത്തിക്കപ്പെടും. പക്ഷെ വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ സ്വലാത്ത് അധികരിപ്പിക്കുന്നതും സ്വലാത്ത് ചൊല്ലുന്നതും അത് എന്റെ മുന്നിൽ അല്ലാഹു തആല ഡയറക്റ്റായി കാണിച്ചു തരും. ഇത് ഒന്നാമത്തെ നേട്ടമാണ്. ഇനി രണ്ടാമത്തെ നേട്ടം, ഫഅദുഉ ലക്കും, അത് ഞാൻ ഇങ്ങനെ കാണുമ്പോൾ എന്റെ മേൽ ആ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും സ്വലാത്ത് അധികരിപ്പിച്ചവർ ആരാണോ ആ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യും കേട്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നതും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതും അതൊരു ചെറിയ വിഷയമല്ലല്ലോ ഉമ്മമാരെ, അതൊരു ചെറിയ സംഗതിയല്ലല്ലോ സഹോദരിമാരെ. ആരാണ് ദുആ ചെയ്യുന്നത്? എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുമെന്ന് പറയുന്നതാരാ? ഇപ്പൊ ഞങ്ങൾ പരസ്പരം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദുആ അല്ലല്ലോ, ഇൻഷാ അല്ലാഹ് ദുആ. ഞങ്ങൾ ദുആ കാണുമ്പോ പറയാണ്, നിങ്ങളെ ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോ ഞാൻ നിങ്ങളോട് പറയാം, പിന്നെ ഒന്ന് ദുആ ചെയ്യണേ കേട്ടോ ഇൻഷാ അല്ലാഹ്.
അപ്പൊ നിങ്ങൾ പറയും ഞങ്ങളെന്ത് ദ്വാരക്കാനാ മൊയിലാരെ, നിങ്ങളല്ലേ വേദന. ഇപ്പൊ വേദന സദസ്സിൽ കുറെ ആളുകൾ ഉണ്ടാവും, നിങ്ങൾ ദ്വാരക്ക. ഞാനും ഇൻഷാ അല്ലാ, ഞാൻ അതിനേക്കാൾ ഉഷാറില്ല ഇൻഷാ അല്ലാ അറിയും. എന്നിട്ട് ദ്വാരക്കുണ്ടോ? അല്ലപ്പോ എനിക്ക് വേണ്ടി ഞങ്ങളോട് ദ്വാരക്കാൻ പറയും, നിങ്ങൾ ദ്വാരക്ക് വേണം. ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞു പോയി എന്നല്ലാതെ, ഇൻഷാ അല്ലാ പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ 6 മാസത്തിന്റെ ടൈം ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. ഇതിന് 6 മാസമല്ല, 6 കൊല്ലം കഴിഞ്ഞാലും ദ്വാ ഉണ്ടാവൂല. ആകെ പറയലെന്താ ഇൻഷാ അല്ലാ, ദ്വാരക്കണേന്ന് പറയും. ഇൻഷാ അല്ലാ എന്ത് ഇൻഷാ അല്ലാ? അവിടെ ആരെങ്കിലും ദ്വാ ചെയ്യണേന്ന് പറഞ്ഞാലേ ശരിക്കും കേൾക്കണേ. എന്തെങ്കിലും കേട്ട് പോയിട്ട് കാര്യമില്ല, കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഉമ്മമാരുണ്ടല്ലോ, ഉമ്മമാരോട് ഞാൻ പറയാം, ചിലപ്പോ അവരിങ്ങനെ പരസ്പരം അങ്ങനെ ദ്വാരക്കാൻ പറയും. അങ്ങനെ ഓരോ അങ്ങനെ വലിയ അങ്ങനെയാണ്. നാളെ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളുപ്പാപ്പ നവറല്ലാഹു മർഖദ, അല്ലാഹു തആല ദർജ വർദ്ധിപ്പിക്കട്ടെ. റബീഉൽ ആഖിർ മാസം എന്ന് പറഞ്ഞാല് അത് അവരൊക്കെ മാസാണ്. ഷെയ്ഖ് ജീലാനി തങ്ങളെ മാസാണ്. താജുൽ ഉലമാ തങ്ങൾ ഉൾപ്പെടെയുള്ള മഹത്തുക്കൾ. അതുപോലെ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ് നവറല്ലാഹു മർഖദ, മഹാനവറുകളുടെ ആണ്ടിന്റെ ദിവസമാണ് ഇന്ന്. അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, എന്നെ മർക്കസിൽ ഓതി പഠിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച 2 പ്രഗത്ഭരായ ഉസ്താദുമാർ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2 ഉസ്താദുമാർ. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ചെറിയേപ്പി ഉസ്താദ്. അല്ലാഹു തആല അവർക്കെല്ലാം അവർക്ക് വലിയ ദർജ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ശൈഖുനാ ഉസ്താദ് അവരുകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഞങ്ങൾ എല്ലാ നേതാക്കൾക്കും അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. ഇന്ന് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുപ്പാപ്പൻ കൂടി പങ്കെടുക്കേണ്ടുന്ന പരിപാടിയാണ്. വേറെ ഒരു സ്ഥലത്ത് പോയതുകൊണ്ട് എത്താൻ കഴിഞ്ഞില്ല എന്ന് എന്നോട് ഇവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചു. അല്ലാഹു തആല തങ്ങളുപ്പാപ്പാക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അങ്ങനെ താജുൽ ഉലമ തങ്ങളുപ്പാപ്പൻ നവറല്ലാഹു മർഖദ മഹാനവരുകളുടെ. പിന്നെ ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് പെൺകുട്ടികൾക്ക് സനത് കൊടുക്കുന്ന ഒരു സ്ഥലത്ത് വാദ് പറയാൻ പോയി. ആദ്യം തന്നെ ഞാൻ ചോദിച്ചു, സനത് കൊടുക്കൽ എങ്ങനെ? എല്ലാ പെണ്ണുങ്ങളെ മുൻനിർത്തിയിട്ട് സ്റ്റേജിൽ ഇരുന്നിട്ട് അങ്ങനെ സനത് കൊടുക്കലാണോ? എന്നാ ഞാൻ വരൂല എന്നാണ്. പിന്നെ നോക്കുമ്പോ ഞങ്ങളെ കർണാടകയിലെ ജമിയത്തുൽ ഉലമാന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശൈഖുന സൈനുൽ ഉലമ മാണി ഉസ്താദ്, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ഉസ്താദും കൂടി പോകുന്നു എന്ന് പറഞ്ഞപ്പോ പിന്നെ ഏതായാലും അവിടെ നടക്കൂല മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പോയി. നോക്കുമ്പോ വളരെ സന്തോഷായി. ഇനിയിപ്പോ എന്തു ഹലാലാകുന്ന കാല, ഏത് ഹറാമും ഹലാലാകുന്ന കാലാണ്. അത് പാടില്ല എന്ന് വാദ് പറഞ്ഞാൽ വാദ് പറയുന്ന മൊയ്ലിയാർക്കാ പിന്നെ പ്രശ്നം. മൊയ്ലിയാർ വാദ് പറഞ്ഞ ദീനിന്റെ നിയമമാണ്. മൊയ്ലിയാരുടെ നിയമം പറയല്ല, ദീനിന്റെ നിയമമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്നുണ്ടോ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സനത് കൊടുപ്പിക്കാൻ? ഇന്ന് മുന്നിൽ സനത് കൊടുക്കണ്ടെന്നല്ല പറഞ്ഞേ, സനത് കൊടുത്തോളൂ. അതിനൊക്കെ ഓരോ ചടങ്ങുകളുണ്ട്. അപ്പൊ അവിടെ പോയി നോക്കുമ്പോ അവിടെ അവര് ആ സ്ഥാപനം നടത്തുന്നവർ ഈ പെൺകുട്ടികൾക്ക് സനത് കൊടുക്കാൻ പ്രത്യേകം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുപ്പാപ്പാന്റെ മകളെയാണ്, ബീവിയെയാണ്. അപ്പൊ ആ ബീവി അവരെ കൈ കൊണ്ട് സനത് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ സ്ഥലത്ത് ബീവി ഉണ്ടെന്ന് അറിഞ്ഞു. ഞാനിപ്പുറത്ത് നിന്ന് ബീവിയോട് മെല്ലെ അപ്പുറം ദ്വാരക്കണേ എന്ന് പറഞ്ഞു. കാരണം അവർക്ക് ദുആക്ക് വലിയ ഇജാബത്തുള്ളവരാണ്. തങ്ങന്മാരായാലും അവരുടെ ഭാര്യമാരായ ബീവിമാർ അവർ ദുആക്ക് വലിയ ഇജാബത്തുള്ള ആളുകളാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊന്നാര തങ്ങൾ ഉപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് താജുൽ ഉലമ തങ്ങളുടെ ഉപ്പാപ്പമാരുടെ പിന്നെ ഉപ്പാപ്പയുണ്ട്. അവരിവിടെ നിന്നൊക്കെ കുറെ ദൂരമൊന്നുമല്ല, അടുത്ത് തന്നെയാണ് മറപ്പെട്ട് കിടക്കുന്നത്. താജുൽ ഉലമ തങ്ങൾ ഉപ്പാപ്പ എപ്പോഴും ആ ഉപ്പാപ്പാന്റെ മഹത്വം ഇങ്ങനെ പറയും. വലിയ നേർച്ച ഫലം കാണുന്ന സ്ഥലം എന്ന് തങ്ങളെ വാതിൽ എപ്പോഴും പറയും. വലിയ അസറുള്ള മഹാനാണ്. അല്ലാഹു തആല അവരുടെ ഒക്കെ ബർക്കത്തുകൊണ്ട് അല്ലാഹു ഞങ്ങളെ നന്നാക്കി തരട്ടെ. അവരുടെ ഒക്കെ പേരക്കുട്ടികളടക്കം ഈ സദസ്സിൽ ഉണ്ട്. അല്ലാഹു തആല അവർക്കും ഇവിടെയുള്ള മുഴുവൻ സാദാത്തുക്കൾക്കും അവരുടെ തണലിലാഴി കഴിയുന്ന ഞങ്ങൾക്കെല്ലാം അല്ലാഹു വലിയ സന്തോഷം ജീവിതത്തിലുടനീളം അല്ലാഹു നൽകട്ടെ. ദ്വാരക്കാൻ വരണം, അതല്ലതാ. പക്ഷെ ദ്വാരക്കാൻ ആരെങ്കിലും പറഞ്ഞാല് അതിന് ചിലപ്പോ ഞാൻ അങ്ങോട്ടും പറയും നിങ്ങൾ ദ്വാരക്കണേന്ന്. ചിലപ്പോ പോണ സമയത്ത് കാണുമ്പോൾ ദ്വാരക്കണേന്ന് പറയും. ഇൻഷാ അല്ലാഹ് എന്നല്ല, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്നൊന്ന് ദ്വാരന്ന് കൊടുക്കണം. കടം തീരും, പിന്നെ കടം തീരും. ആഖിറത്തിൽ എത്തുമ്പോ പിന്നെ പൈസന്റെ കടമൊന്നുമില്ല കേട്ടോ, എന്റെ പൈസന്റെ കടമൊന്നുമില്ല. എന്നാലോ കുറെ കടം ബാക്കിയുണ്ട്. അല്ലാഹ് പറയും കുറെ കടണ്ടല്ലോ, എന്താ കടം? അപ്പൊ ഇവൻ ചിന്തിക്ക, കടോ? ഞാൻ ദുനിയാവിൽ ജീവിക്കണ കാലത്ത് എല്ലാരോടും പറഞ്ഞു നടന്നതാ, കടല്ലാതെ അല്ലാഹു എനിക്ക് ജീവിക്കാൻ അവസരം തന്നു. മരിക്കണ സമയത്ത് ഞാൻ എന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞതാ, മക്കളെ ഒരു ഹമ്മും ഒക്കെ വേണ്ടട്ടോ, ഒരു ബേജാറും വേണ്ട. എന്താ ബാപ്പയുടെ കടമൊന്നും ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ.
അതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ പേരിൽ പ്രശ്നമൊന്നും വേണ്ട. ബാപ്പാന്റെ സ്വത്ത് മുഴുവൻ എടുത്തോളി. ഇനിയിപ്പോ അതിലിപ്പോ എന്റെ അനന്തര സ്വത്ത് ഇത് കടം വിട്ടാനൊന്നുമില്ല. പക്ഷെ ആഖിറത്തിൽ എന്ന് നോക്കുമ്പോ കുറെ കടണ്ടല്ലോ ചങ്ങായി, കുറെ കടണ്ട്. പൈസ കൊടുക്കാനുള്ള കടല്ല, എന്താണ് കുറെ ആളുകൾ ഇയാളോട് ദ്വാരക്കാൻ പറഞ്ഞതാ. ഇയാൾ എല്ലാരോടും ഇൻഷാല്ലാ ഇൻഷാല്ലാ എന്ന് പറഞ്ഞു, അത് ദ്വാരത്തിട്ടില്ല. ആ കടം ബാക്കിയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കടം ബാക്കിയിടാൻ പാടില്ല. അവിടെ ആരോടാണെങ്കിലും ദ്വാരക്കാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ദ്വാരക്കാൻ പറഞ്ഞാൽ അതന്നെ. ഇടയ്ക്കൊന്ന് ഭാര്യനോട് പോയി ദ്വാരക്കാൻ പറയണോ? നിങ്ങൾ പറയാറില്ലേ ഭാര്യമാരോട് ദ്വാരക്കാൻ പറയണില്ലേ? ഇല്ല. പിന്നെ എത്ര ദ്വാരന്നാലും ഇജാബത്ത് കിട്ടൂല എന്നറിയാലേ. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചാ. നിങ്ങളൊന്നും ദ്വാരക്കാൻ, നിങ്ങളെല്ലാ തങ്ങന്മാരോട് ദ്വാരക്കാൻ പറയുന്നുണ്ട്, അതിനൊന്ന് ഉസ്താമാരോട് ദ്വാരക്കാൻ പറയുന്നുണ്ട്, സ്വന്തം കെട്ടിയോട് ദ്വാരക്കാൻ പറയണില്ല. അതുകൊണ്ട് നിങ്ങളെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകത്ത്. എന്നാ ഒന്ന് ചിലപ്പോ നിങ്ങളെ ദ്വാക്ക് അള്ള പരിഹാരം കാണുന്നത് നിങ്ങളെ ഭാര്യന്റെ ദ്വായിരിക്കും. അവർ പറയുന്നുണ്ടാവും നന്നായി പറഞ്ഞോളൂ വലിയ അറിയാന്നറിയാം. കാരണം അവർക്ക് പറ്റിയ വിഷയം കുറച്ചും കൂടി ഞാൻ അങ്ങോട്ട് വരാം. സമയം ഇപ്പൊ എല്ലാം കൂടി 9:30 പഠിച്ചോ റബ്ബേ, 9:45 ഞാൻ എന്റെ വേഗം നിർത്തും. അത് നിങ്ങളോടും പറയാം, ഉമ്മമാരോടും ഞാൻ പറയാം. നിങ്ങളിങ്ങനെ മൊയ്ലാമാരെ മാത്രം വിളിച്ചിട്ട് വിളിക്കുക. ഓ എന്താ സലാമ് കേൾക്കുമ്പോ തോന്നിപ്പോണു സലാം കൊണ്ട് രക്ഷപ്പെട്ടു പോയി. എന്തിനാ അങ്ങനെ സലാം പറയാൻ? അങ്ങനെ സലാം പറയലുണ്ടോ? ഇല്ല. സലാം പറയണ്ട. ദ്വാരക്കാൻ പറയണ്ടോ? എന്നാ ഭർത്താവിനോട് പറയും ദ്വാരക്കാൻ പറയാൻ. ഉസ്താദിനോടൊന്ന് പറയണമെന്നോ ദ്വാരക്കാൻ. അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അല്ലേ, അങ്ങനൊന്നുമില്ല. ഭർത്താവ് പിന്നെ ആ സൈസൊന്നുമില്ല, ഇയാൾക്ക് ദ്വയം വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ നിർബന്ധിതരാവും വിളിച്ചിട്ട് ദ്വാരക്കാൻ പറയാൻ. എന്നാ പ്രായമുള്ള ഒരുപാട് ഉസ്താമാരുണ്ട്, ദ്വാരപ്പിക്കാൻ പറ്റിയ ഉസ്താമാര്. അവരെ വിളിച്ച് ദ്വാരപ്പിക്കും. ആയിക്കോട്ടെ, ദ്വാരക്കാൻ പറയാം. വേണ്ടെന്നല്ല പറഞ്ഞേ, ദ്വാരക്കാൻ പറയാം. എന്നാ അവരോട് മാത്രം ദ്വാരപ്പിച്ചാൽ പറ്റൂല, ഭർത്താവിനോടും പറയാം. ഇടക്കിടക്ക് ഭർത്താവ് വെള്ളിയാഴ്ച പോകുമ്പോ, പള്ളിക്ക് പോകുമ്പോ, അല്ല വെള്ളിയാഴ്ച ഒരു പെരുന്നാണല്ലോ, അന്ന് വെള്ളിയാഴ്ച ഭർത്താവ് നല്ല ഉഷാറായി കുളിച്ച് നഖമൊക്കെ വെട്ടിയിട്ട്, വെള്ളിയാഴ്ച നഖം വെട്ടുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വെട്ടിയിട്ട് വെള്ളിയാഴ്ച പള്ളിക്ക് പോകുമ്പോ നല്ല ഭാര്യയാണോ? ഈ ചില ഭാര്യമാരൊക്കെ ഉണ്ട്, നിങ്ങളെ പെരുമണ്ണയിൽ അങ്ങനത്തെ ഭാര്യമാരൊന്നും ഇല്ല എന്ന് കരുതിക്കണം, ഞാൻ ഇപ്പൊ കൂടുതലൊന്നും പറഞ്ഞില്ല. ഭർത്താവ് വെള്ളിയാഴ്ച ജുമക്ക് ഏറ്റവും നല്ല ഇബാദത്തായ ജുമ, അതിന് പോകുമ്പോഴും ഭാര്യ അടുക്കളയിൽ തന്നെ എപ്പോഴും. അതല്ല വേണ്ടേ നിങ്ങൾ എപ്പോഴും ഈ നിസ്കാരപ്പായോ നിസ്കാര കുപ്പായോ അത് വേണ്ടെന്നല്ല, ഒക്കെ വേണം. എന്നാലും ഭർത്താവ് അടുത്തേക്ക് പോകുമ്പോ വീട്ടിന്റെ വാതിൽ വരെ പോണം. അത് അതിന്റെ ആദാബാ, മര്യാദ. എത്ര കിതാബിലുണ്ട്. എന്നിട്ട് ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് ഒന്ന് ദ്വാരന്ന് കൊടുക്കണം. അതിന് നേരണ്ടോ? അതിന് നേരമില്ലല്ലോ ഉമ്മമാർക്ക്, അതിന് നേരം വേണം. അതുകൊണ്ട് വെള്ളിയാഴ്ച ഭർത്താവ് പള്ളിക്ക് പോകുമ്പോ വാതിൽ വരെ പോണം. എന്നിട്ട് പുറത്ത് വരണ്ട, പുറത്ത് നിന്നിട്ട് ചില താത്താമാര് സുബാന ജലജലാലോ മെയിൻ റോഡാ, എന്തൊക്കെ പറയണം. അതിനെ നിങ്ങൾ എന്നെ വിളിക്കണ്ട പറഞ്ഞ, അതിനെ ഞാൻ പലതും പറഞ്ഞു പോകും. അത് പറയുമ്പോ പലയിടത്തേക്കും കൊള്ളൂന്ന് കരുതിട്ട് പറയാതിരിക്കാൻ പറ്റൂലല്ലോ ചങ്ങായിമാരെ, അത് പറ്റൂല. ചില താത്താമാരുടെ മെയിൻ റോഡിന്റെ മുന്നിലും വീടുള്ളൂ, എന്നാ അവിടെ നിന്നിട്ട് ഭർത്താവിനോട് സർക്കാർ നിങ്ങളെ പോയി വരിട്ടാ. അല്ല അമ്മ, അവിടെ കുറെ ആളുകളായി കൂടെ പോണവരൊക്കെ നിങ്ങൾ ഈ ടാറ്റ ചെയ്യണം മറ്റൊക്കെ ഇങ്ങനെ കാണണില്ലേ? അല്ല, അതുപോലെ തന്നെ സംസാരിക്കണത് അവർ നിങ്ങളെ കാണുന്നുണ്ടല്ലോ. പഴയ കാലത്തെ മഹതിമാരൊക്കെ എത്രയാണ് എന്റെ ഒരു മുഖം ഒരു അന്യപുരുഷൻ കാണരുത് എന്ന എത്ര വാശിയോടെയാണ് അവർ ജീവിച്ചിരുന്നത്. ഉമ്മമാരെ ഒക്കെ ഇന്നില്ലാതായി പോയി, എല്ലാരും കണക്കാ. അതുകൊണ്ടാണ് അതിന്റെ ബറക്കത്തും പോയി. പഴയ കാലത്തെ വീട്ടിലെ ബറക്കത്തൊന്നും ഇന്നില്ലല്ലോ. ഇത് കാരണം അന്നത്തെ ഈമാനില്ല, ബറക്കത്തും ഇല്ല. അന്നത്തെ ഇസ്ലാമില്ല, ഹറക്കത്തും ഇല്ല. ഒരു ബറക്കത്തും ഇല്ല. ലാ ബറക്കത്ത വല ഹറക്കത്ത, ബറക്കത്തും ഇല്ല, ഹറക്കത്തും ഇല്ല. അതുകൊണ്ടാ വെള്ളിയാഴ്ച ഭർത്താവ് പള്ളിയിലേക്ക് ജുമഅക്ക് പോകുമ്പോ വീട്ടിന്റെ വാതിൽക്കൽ വരെ വരിക. വന്നിട്ട് ഭർത്താവിനോട് പറയാ, പിന്നെ വെള്ളിയാഴ്ച ദിവസല്ലേ, ദുആക്ക് ഇജാബത്തുള്ള ദിവസല്ലേ, നിങ്ങളൊന്ന് ദ്വാരക്കണേ ട്ടാ, അല്ലാഹു തആല പിന്നെ അസുഖമൊക്കെ ഒന്ന് മാറ്റിത്തരാൻ. അപ്പൊ അവിടെ തന്നെ ഒന്ന് ദ്വാ ചെയ്യണം. എന്താ ദ്വാരക്കണേ? അല്ലാഹു പൂർണ്ണമായും ഈ ദിവസത്തിന്റെ ബർക്കത്തോണ്ട് മാറ്റിത്തരട്ടെ. എന്നിട്ട് പള്ളിയിൽ പോയിട്ട് വേറെ ദ്വാ ചെയ്യണം, വേണ്ടെന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ട് ഉമ്മ ഭർത്താവിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടണം.
ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കൂടുതൽ ഇറങ്ങി സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങാണ്. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് ഇന്നത്തെ വാഴ ചുരുക്കുന്നു. വെള്ളിയാഴ്ച പകലോ വെള്ളിയാഴ്ച രാവോ നിങ്ങൾ എന്റെ പേരിൽ ധാരാളം സ്വലാത്ത് അധികരിപ്പിച്ചാൽ ആ സ്വലാത്ത് അല്ലാഹ് എനിക്ക് കാണിച്ചു തരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ആ സ്വലാത്ത് നിങ്ങളിൽ നിന്ന് ഞാൻ കാണുമ്പോൾ ഫഅദഉ ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഇത് നിങ്ങൾ എന്നോട് പറയുന്നത് പോലെയല്ലല്ലോ, ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെയല്ലല്ലോ. ഇതാരാണ് പറയുന്നത്? ജീവിതത്തിൽ നുണ പറയാത്ത നേതാവല്ലേ, കളവ് പറയാത്ത നേതാവല്ലേ. കളവ് പറയുന്നത് പോകട്ടെ, നുണ പറയുന്നത് പോകട്ടെ, കളവാണെന്ന് സംശയിച്ചു പോകുന്ന വാക്ക് പോലും പറയാത്ത നേതാവല്ലേ. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്, ഫഅദഉ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യൂ. ദുആ മാത്രല്ല, വഅസ്തഗ്ഫിറു, നിങ്ങൾക്ക് വേണ്ടി യജമാനനായ റബ്ബിനോട് ഞാൻ ഇതാ പൊറുക്കലിനെ ചോദിക്കുന്നു. അതുകൊണ്ട് ഇതൊരു ചെറിയ വിഷയമല്ല, ഇതൊരു ചെറിയ കാര്യമല്ല. വെള്ളിയായി ഇന്നത്തെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഒരു നല്ല തീരുമാനത്തോടെ പിരിഞ്ഞു പോകണം. ഇനി എന്റെ ജീവിതത്തിൽ എത്ര വെള്ളിയാഴ്ചകൾ വരുമെന്നറിയില്ല. എത്ര വെള്ളിയാഴ്ചയാണ് എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയത്. ചോദിക്കട്ടെ, വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും പ്രത്യേകം പരിഗണിച്ചിട്ട് സ്വലാത്ത് അധികരിപ്പിക്കുന്ന ഉമ്മമാര് കുറഞ്ഞു പോയില്ലേ? വെള്ളിയാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അമല് സ്വലാത്ത് തന്നെയല്ലേ? അൽ-കഹ്ഫ് ഓത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്വലാത്തിൽ ശുഗലാകണമെന്നല്ലേ പണ്ഡിതന്മാര് പറഞ്ഞത്. കാരണം അത് സ്വലാത്തിന്റെ ദിവസമാണ്. അതുകൊണ്ടല്ലേ ഒന്നും കൂടി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ആരെങ്കിലും ഒരാൾ എന്റെ മേൽ വെള്ളിയാഴ്ച ദിവസം ഒരു 100 സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു 100 സ്വലാത്തെങ്കിലും എന്റെ മേൽ ആരാണ് വെള്ളിയാഴ്ച ദിവസമോ വെള്ളിയാഴ്ച രാവോ ചൊല്ലുന്നത്, ഖദല്ലാഹു ലഹു 100 ഹജ, ആ മനുഷ്യന്റെ 100 ആവശ്യങ്ങള് അല്ലാഹു നിറവേറ്റി കൊടുക്കുന്നു. അതിൽ 70 മിൻ ഹവായിജി ദുനിയാ, 70 ആവശ്യങ്ങൾ ദുനിയാവിന്റെ ആവശ്യങ്ങളാണ്. വ 30 മിൻ ഹവായിജിൽ ആഖിറ, 30 ആവശ്യം ആഖിറത്തിന്റെ ആവശ്യമാണ്. അങ്ങനെ 100 ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റുന്നു. എന്നിട്ടോ അല്ലാഹു തആല ഒരു മലക്കിനെ ഏൽപ്പിക്കുകയാണ്. ആ മലക്ക് ആ സ്വലാത്തുമായി എന്റെ അരികിൽ വരുന്നു, എന്റെ ഖബർ ശരീഫിൽ വരുന്നു. ഏതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും ഹദിയ കൊടുത്തയച്ചാൽ ആ ഹദിയകളുമായി പലരും നിങ്ങളുടെ അരികിൽ വരുന്നത് പോലെ എനിക്കുള്ള ഹദിയയാണ് സ്വലാത്ത്. അതുകൊണ്ട് ഈ ഹദിയയാകുന്ന സ്വലാത്തുമായി അല്ലാഹ് ഏൽപ്പിക്കുന്ന ആ മലക്ക് എന്റെ ഖബർ ശരീഫിൽ വരുന്നു. ആ മലക്ക് വന്നിട്ട് യുഖ്ബിറുനി ബിമൻ സ്വല്ല അലയ്യ, ആരാണ് എന്റെ മേല് സ്വലാത്ത് ചൊല്ലിയത് അയാളെ കുറിച്ച് എന്നോട് പറഞ്ഞു തരാണ്. ബിസ്മിഹി, അയാളെ പേര് പറഞ്ഞു തരാണ്. വനസബിഹി ഇലാ ശീറതിഹി, പാപ്പാന്റെ പേര് പറഞ്ഞു തരാണ്. കുടുംബ പേര് പറഞ്ഞു തരാണ്. തറവാട് പേര് പറഞ്ഞു തരാണ്. എല്ലാ അഡ്രസ്സും പറഞ്ഞു തരാണ്. ഞാൻ ആ സ്വലാത്ത് എന്ത് ചെയ്യും? ഒരു വെള്ളക്കടലാസിൽ ഞാൻ എന്റെ അരികിൽ അത് സൂക്ഷിച്ചു വെക്കുന്നു. ആരാണ്
ഞാനിത് പറയുന്നത് ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. കാരണം എൻ്റെ ജീവിതകാലത്ത് ഉള്ള അറിവ് അതെന്റെ മരണത്തിന് ശേഷവും ഉള്ളത് തന്നെ. എൻ്റെ ജീവിതകാലത്തുള്ള എൻ്റെ അറിവ് മരണത്തോടുകൂടെ തീർന്നു പോകുന്നതല്ല, വഫാത്തോടുകൂടെ മുറിഞ്ഞു പോകുന്നതല്ല. അതുകൊണ്ട് ഇന്നത്തെ സദസ്സിൽ ഒരു തീരുമാനമെടുക്കണോ. ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഞാൻ ധാരാളം സ്വലാത്ത് ചൊല്ലും. വെള്ളിയാഴ്ച പകലും രാവുമായാൽ ഒന്നും കൂടി അധികരിപ്പിക്കൂ. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് രക്ഷ പ്രാപിക്കാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള അമല് അത് ഹബീബിന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കൽ തന്നെ. ഇത് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാദം നിർത്തുന്നു. എൻ്റെ മുഅ്മിനുകൾ ഒന്നെണീറ്റ് നിൽക്കുമോ? പ്രായമുള്ള ഉപ്പമാർ അവിടെ തന്നെ ഇരുന്നോളൂ. യുവാക്കളെല്ലാം ഒന്നടുത്തേക്ക് വന്നോളൂ. നമുക്കൊരു 3 സ്വലാത്ത് ചൊല്ലി ഒരു ചെറിയ ദുആ നടത്തി പിരിയണം. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമ്മുടെ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇത് അഹ്ലു ബൈത്തിന്റെ സദസ്സാണ്. തങ്ങന്മാരുടെ ആണ്ട് നേർച്ചയോട് സംഘടിപ്പിക്കപ്പെട്ട സദസ്സാണ്. ഈ സദസ്സിന് ഒരു അങ്ങേ തലയുണ്ട്. ഇങ്ങേ തല പെരുമണ്ണയിലാണെങ്കിലോ ഇതിനപ്പുറത്തൊരറ്റമുണ്ട്. അതെവിടെയാണ്? ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഒരു പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഈമാനുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന മദീനത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മദീനയിൽ പോകുന്നു. ഈ പരിശുദ്ധ റബീഉൽ ആഖിറിൽ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കാറുള്ള ഖുതുബുർ റബ്ബാനി മഹബൂബേ സുബ്ഹാനി ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം അശ്ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എന്നെ പേടിച്ചവർ ഏതും പേടിക്കണ്ട. എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവൽ എന്നോവർ. എന്നെ പിടിച്ചവർ വേറൊന്നും പേടിക്കണ്ട, അവർക്ക് ഞാനാണ് കാവലെന്ന് പറഞ്ഞില്ലേ. എങ്ങനെയാണ് പിടിക്കേണ്ടത്? ഫർളായ അമലുകൾ മുഴുവനും നിർവഹിക്കണോ. അതിലേറ്റവും ശ്രേഷ്ഠമായ അടച്ച റബ്ബിന്റെ കോടതിയിൽ ഒന്നാമതായി അല്ല ചോദിക്കുന്ന നിസ്കാരത്തെ കുറിച്ച് നല്ല ശ്രദ്ധ വേണം. എല്ലാ അമലുകൾ ഫർളായ അമലുകൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അമലുകൾ ചെയ്യണം. അതോടൊപ്പം ധാരാളം സുന്നത്തുകൾ നിർവഹിക്കണം. അതോടൊപ്പം ഒരു ഹറാമും ചെയ്യരുത്. കണ്ണുകൊണ്ട് ഹറാമ് കാണരുത്, കാതുകൊണ്ട് ഹറാമ് കേൾക്കരുത്, കൈകൊണ്ട് ഹറാമ് പിടിക്കരുത്, കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കരുത്. ഓ
ചെറുപ്പക്കാരെ, കൽബിൽ ഒരു ഹറാമും ചിന്തിക്കരുത്. സ്വകാര്യ ജീവിതം നന്നാകണം, പരസ്യ ജീവിതം നന്നാകണം. പരസ്യ ജീവിതത്തെക്കാളും സ്വകാര്യ ജീവിതം ഒന്നും കൂടി നന്നാകണം. പരസ്യ ജീവിതം എല്ലാരും കാണുന്നതാണ്, ഒറ്റക്കുള്ള സ്വകാര്യ ജീവിതം ആരും കാണാത്തതാണ്. യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ജനങ്ങളെ കാണുന്നില്ല എന്നുള്ളൂ, അല്ല കാണാത്തതില്ലല്ലോ, അല്ല അറിയാത്തതില്ലല്ലോ, പടച്ച റബ്ബിന്റെ ശ്രദ്ധയിൽ പെടാത്തതില്ലല്ലോ. ആ റബ്ബെന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് എന്റെ സ്വകാര്യ ജീവിതവും ഖൈറാകണം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ പഠിപ്പിച്ചത്, അല്ലാഹുമ്മ ജഅൽ അലാനിയത സറായിറനാ ഖൈറാ വജഅൽ അലാനിയതനാ ഖൈറാ. റബ്ബി അല്ലാഹുമ്മ ജഅൽ സറായിറനാ ഖൈറൻ മിൻ അലാനിയതിനാ. രഹസ്യവും പരസ്യവും നന്നാക്കണേ അല്ലാഹ്. പരസ്യത്തെക്കാൾ ഒന്നും കൂടി രഹസ്യത്തെ നന്നാക്കണേ അല്ലാഹ്. മനുഷ്യൻ രക്ഷപ്പെടുന്നത് പരസ്യ ജീവിതം കൊണ്ടല്ല, മനുഷ്യൻ രക്ഷപ്പെടുന്നത് രഹസ്യ ജീവിതം കൊണ്ടാണ്. പരസ്യ ജീവിതത്തിൽ നല്ലവൻ രഹസ്യ ജീവിതത്തിൽ കേടായവനായിരിക്കും. പക്ഷേ രഹസ്യ ജീവിതത്തിൽ നന്നായവൻ ഒരിക്കലും പരസ്യ ജീവിതത്തിൽ കേടാകൂല്ലല്ലോ. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടുന്നത് ഓ ഉമ്മമാരെ, സഹോദരിമാരെ, രഹസ്യ ജീവിതത്തെ നന്നാക്കുന്നവരാണ്. എന്നിട്ട് ശൈഖ് ജീലാനി തങ്ങളെ ആളാകണം. ആളാവാന്ന് പറഞ്ഞാല് ഞാനിങ്ങനെ ശൈഖ് ജീലാനി തങ്ങളെ മുരീദ് 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 എന്ന് പറഞ്ഞ് നടക്കലല്ല. എന്റെ അടുത്ത് ശൈഖ് ജീലാനി തങ്ങൾ ഹാളിറാകൂന്ന് പറഞ്ഞ് നടക്കലല്ല. അത് അസ്ഥാനത്താണ്, അതില്ല അതല്ല ഉണ്ട്. പക്ഷെ എല്ലാരും കൂടി അതിങ്ങനെ പറഞ്ഞു നടക്കുന്നതിന് രസല്ല. താജുല്ലുലമാ തങ്ങൾ പാപ്പ എത്ര വലിയ മാനായിരുന്നു, ഇന്ന് വരെ അങ്ങനെ പറഞ്ഞു നടന്നത് ഞങ്ങൾ ആരും കേട്ടിട്ടില്ലല്ലോ. ശംസുല്ലുലമാ ഇ.കെ. ഉസ്താദ് എത്ര വലിയ മാനായിരുന്നു, ഇന്ന് വരെ അങ്ങനെയൊന്ന് പറഞ്ഞു നടന്നത് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. പിന്നെ അവരാളാവാന്ന് പറഞ്ഞ എന്താണ്? അവർക്കോരോ ഫാത്തിഹ എപ്പോഴും മോദുകിൽ അവരോടെ ദുആയും ബറകത്തും യതുമേ